അപ്പോൾ മച്ചന്മാരെ, നമുക്കിന്നൊരു ഡെല്ല് ലാപ്പ് കിട്ടിയിട്ടുണ്ട്. മുന്നേ വിൻഡോസ് 10 ചെയ്തിരുന്നു, ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിലും വിൻഡോസ് 10ൻ്റെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ കുറച്ച് സൗണ്ട് കാര്യങ്ങൾ കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം. വിൻഡോസ് 10 തന്നെയാണ് ചെയ്യുന്നത്, ഡെല്ലിൽ. ഇതിൻ്റെ കോൺഫിഗറേഷൻ സെൽറോൺ ആണ് പ്രൊസസ്സർ വരുന്നത്. 4GB റാം, 128GB ആണ് സ്റ്റോറേജ് വരുന്നത്. SSD ജസ്റ്റ് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് ഓണാക്കി. F12 ആണ് ബൂട്ട് മെനു നിന്ന് ബൂട്ട് മെനു ഓപ്ഷൻ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ UEFI ലെക്സർ, ഇതാണ് എൻ്റെ പെൻ ഡ്രൈവ് ലെക്സർ. UEFI ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. 64 ബിറ്റിൻ്റെ വിൻഡോസ് ചെയ്യാൻ പറ്റും, 32 രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് 64 ബിറ്റാണ് ചെയ്യുന്നത്. വിൻഡോസ് ലോഡ് ആകുന്നുണ്ട്. ബേസ് വേരിയൻ്റ് ആണ് സിസ്റ്റം, സെൽറോൺ പ്രൊസസ്സറാണ് വരുന്നത്. വിൻഡോസ് ഇപ്പോൾ ലോഡ് ആകുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടപ്പ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. സിസ്റ്റം ചെറിയ സ്ലോ ഉണ്ട്, സെൽറോൺ പ്രൊസസ്സറല്ലേ, അതിൻ്റേതായ ചെറിയൊരു സ്ലോ ഉണ്ട്. റാം വരുന്നത് 4GB ആണ്. സ്റ്റാർട്ടപ്പിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്രൊഡക്റ്റ് ക്യൂ ഒന്നും കൊടുക്കുന്നില്ല, ലാസ്റ്റാണ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിലെ വേർഷൻസ് കാര്യങ്ങളുള്ളത്. ഇതിലിപ്പോൾ ഞാൻ ഹോമാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ പ്രോ ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടുണ്ടായത്. ഇപ്പം ഞാൻ ഹോമാണ് ചെയ്യുന്നത്. ഹോം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു. ജസ്റ്റ് ഒരു ലൈസൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്തു. കസ്റ്റം വിൻഡോസിൻ്റെ ഓപ്ഷൻസ് എടുത്തു. നമ്മുടെ പാർട്ടീഷൻ ഇതാണ് വരുന്നത്. ഇതിപ്പോൾ ഒറ്റ ഡ്രൈവേ ഉള്ളൂ, C ഡ്രൈവ് മാത്രമേ ഉള്ളൂ. 128GB സ്പേസ് വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഞാനിതെല്ലാം സപ്പോർട്ടിങ് ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടലായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്പേസ് വരുന്നത്, ഫ്രീ സ്പേസ് ആണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് കൊടുത്ത് ടോട്ടൽ സ്പേസ് 128GB അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഒറ്റ പാർട്ടീഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഫയൽ കോപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. 6%, 7%, 10% ആയിട്ടുണ്ട്.
33% ആയിട്ടുണ്ട് ഇപ്പോൾ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന വലിയ ക്യാമറയിലൊന്നുമല്ല, ചെറിയൊരു മൊബൈലിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. %59 ആയിട്ടുണ്ട്. %78 ആയിരുന്നു. ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ടായിട്ട് വരും. റീബൂട്ടിന് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ പോലെ തന്നെ 7 സെക്കൻഡ്, അത് 10 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആകും. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി പൊക്കോളും. എൻ്റർ ചെയ്ത് കൊടുക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ പോകുന്നു. ഫസ്റ്റ് റീസ്റ്റാർട്ട് കഴിഞ്ഞു. സിസ്റ്റം ലോഡ് ആവുന്നുണ്ട്. സിസ്റ്റം കോൺഫിഗറേഷൻ ഞാൻ വീണ്ടും പറയുകയാണ്. ബേസ് കോൺഫിഗറേഷൻ ആണ്. സെൽറോൺ ആണ് പ്രൊസസ്സർ വരുന്നത്. 4GB RAM ഉള്ളൂ. 128GB SSD ആണ് എടുക്കുന്നത്. ലാസ്റ്റ് ഞാൻ കോൺഫിഗറേഷൻ ഒന്ന് നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം.
സിസ്റ്റം വീണ്ടും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. Almost Windows installation കഴിയാറായി. Hi there, I'm Cortana, and I'm here to help. A little sign in Start here, up open set your Wi-Fi there, and we'll have your PC ready for all you plan to do. Use your voice or the keyboard along the way, and if you'd like me to stay quiet, just select the little microphone icon towards the bottom of your screen. റീജിയൻ സെലക്ട് ചെയ്ത് കൊടുത്തത് US ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. യെസ്, നമുക്ക് PC ടച്ച് സ്ക്രീനാണ്, ടച്ച് സ്ക്രീനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ലേഔട്ട് കൊടുക്കുന്നില്ല, സ്കിപ്പാണ് ചെയ്തത്. നെറ്റ്വർക്ക് മുന്നത്തെ പോലെ തന്നെ ഞാൻ കണക്ട് ചെയ്യുന്നില്ല. സെറ്റപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നു. യൂസർ നെയിം ജസ്റ്റ് ഡെല്ല് ടൈപ്പ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, പാസ്വേഡ് കൊടുക്കുന്നില്ല. അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് നമ്മുടെ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ. എന്താ ലോഗിൻ ആകുന്നുണ്ട്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ കുറച്ച് ടൈം കൊണ്ട് എടുക്കും ഇത് ലോഡായി വരാൻ വേണ്ടിയിട്ട്. വിൻഡോസ് ലോഡിങ്ങുള്ള വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിസ്റ്റം ഓപ്പണായി വന്നു. ഞാനിതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം പെൻഡ്രൈവ് ഞാൻ എജക്റ്റ് ചെയ്ത് ഊരിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കോൺഫിഗറേഷൻ. വിൻഡോസ് 10 ഹോം തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതാ പെൻറ്റിയമാണ് പ്രോസസ്സർ വരുന്നത്. 4GB റാം, 128GB ആണ് നമ്മുടെ സ്റ്റോറേജ് സ്പേസ്, SSD. നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും അല്ലാതെ ഞാൻ മുന്നേ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു guys.